children, let us begin with our history third lesson, that is nationalism in India. ഇപ്പോൾ നാഷണലിസം ഇൻ യൂറോപ്പ് പഠിച്ച സ്ഥിതിക്ക് നാഷണലിസമിൻ്റെ അർത്ഥം എന്താണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി അല്ലേ? എ ഫീലിംഗ് ഓഫ് ബിലോങ്ങിങ് ടു ദ നേഷൻ. വി ഓൾ ആർ വൺ, വി ബിലോങ് ടു വൺ നേഷൻ, ദാറ്റ് ഇസ് നാഷണലിസം. അപ്പോൾ ഇന്ത്യ, ആസ് വി ഓൾ നോ, ഇറ്റ് വാസ് ഓൾസോ അണ്ടർ ദ ബ്രിട്ടീഷ് റൂൾ, നോ? സോ ഹൗ ദിസ് ഫീലിംഗ് കെയിം ഇൻ ടു ഇന്ത്യ ആൻഡ് ഹൗ ഇന്ത്യ ഗോട്ട് ഫ്രീഡം ഫ്രം ദ ബ്രിട്ടീഷേഴ്സ്, ദാറ്റ് ഇസ് വാട്ട് വി ആർ ഗോയിങ് ടു ലേൺ ഫ്രം ഇൻ ദിസ് ലെസൺ. ഓക്കെ, ഇപ്പോൾ ഈ നാഷണലിസമിൻ്റെ ഫീലിംഗ് ഡെവലപ്പ് ആയത് പ്രീവിയസ് ഇയേഴ്സ് ആൻഡ് ഓൾ യു ഹാവ് ഹാഡ് എ ബ്രീഫ് അക്കൗണ്ട് ഓഫ് ഓൾ ദാറ്റ്. ഈ ബ്രിട്ടീഷേഴ്സ് വന്നു, അവർ വന്ന് അത്ര റിച്ച് കൺട്രിയാണ്, ഇന്ത്യൻ്റെ പൊട്ടൻഷ്യൽ അവർ മനസ്സിലാക്കി, എന്നിട്ട് അവർ അവിടെ മെല്ലെ മെല്ലെ അവരുടെ ട്രേഡ് കൊണ്ടുവന്ന് അവിടെ സ്ഥാപിച്ചു, അവരെ തന്നെ അവരിവിടെ സ്ഥാപിച്ചു. And then we also thought, okay, they are doing only good for us, they are bringing more income to our country, and then we cooperate, we started obeying them. ഇപ്പോൾ cooperation അല്ല, we started to obey, and slowly we were under them. Okay, now they were the rule makers. So when Britishers, East India Company ലൂടെയാണ് they established themselves, and then they transferred the power to the European prince. അപ്പോൾ വാട്ട് വി സീ, സ്ലോലി ഇന്ത്യ കെയിം അണ്ടർ ദ കൺട്രോൾ ഓഫ് ബ്രിട്ടൻ. അപ്പോൾ ഈ കൺട്രോൾ ബ്രിട്ടീഷേഴ്സിനെ എതിർത്ത് നമ്മൾ നാഷണലിസം ഉണ്ടാവണമെന്ന് ചില സ്കാറ്റേർഡായിട്ട് ഫീലിങ്സ് ഇന്ത്യയിൽ ആദ്യം തന്നെ ഉണ്ടായിരുന്നു. ആ ഫീലിങ്സ് ഉള്ളതൊക്കെ എങ്ങനെ സ്പ്രെഡായി, എല്ലാവരും എങ്ങനെ ഒന്നായി, ദാറ്റ് ഈസ് വാട്ട് യു ആർ ഗോയിങ് ടു സ്റ്റഡി ഇൻ ദിസ് ലെസൺ. അപ്പോൾ വി ആർ ഗോയിങ് ടു ബിഗിൻ വിത്ത് ദ ടൈം ഓഫ് ദ വേൾഡ് വാർ. ഓക്കെ, ഫസ്റ്റ് വേൾഡ് വാർ എപ്പോഴാണ് ഫൈറ്റ് ചെയ്തത്? 1914 to 1918 ഈ കാലഘട്ടത്തിലാണ് ഫസ്റ്റ് വേൾഡ് വാർ നടക്കുന്നത്. അപ്പോൾ ഈ വേൾഡ് വാർ നടന്നത് ആക്ച്വലി ഇന്ത്യ ഒക്കെ ഒരു വലിയ വിഷയമല്ലായിരുന്നു. അപ്പോൾ സൂപ്പർ പവേഴ്സ് ആരായിരുന്നു? ഈ യൂറോപ്യൻ കൺട്രീസ് ലൈക്ക് യുവർ സ്പെയിൻ, ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ്, അവരൊക്കെ ദേ വോണ്ടഡ് ടു ഷോ ദിയർ പവർ ആൻഡ് ഓൾ. അപ്പോൾ ഈ സൂപ്പർ പവേഴ്സ് എന്താക്കിയിട്ടുണ്ട്, ഈ മറ്റേ ഏഷ്യൻ കൺട്രീസിലൊക്കെ അവരുടെ കോളനീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഫ്രാൻസിന് കുറേ കോളനീസ് ഉണ്ടാവും, അതേപോലെ ഡച്ചിൻ്റെ കോളനീസ് ഉണ്ട്. അങ്ങനെ ബ്രിട്ടീഷേഴ്സിൻ്റെ ഒരു കോളനി, ബ്രിട്ടീഷേഴ്സിന് തോന്നെ കോളനീസ് ഉണ്ടായിരുന്നു, അങ്ങനത്തെ ഒരു കോളനി ആയിരുന്നു ഇന്ത്യ. ബ്രിട്ടീഷേഴ്സിൻ്റെ ഒരു കോളനി ആയിരുന്നു ഇന്ത്യ. അപ്പോൾ ഈ വാർ നടക്കുമ്പം ഈ ബ്രിട്ടീഷ് കോളനിയായ ഇന്ത്യക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്ന്, ദാറ്റ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു സീ ഫസ്റ്റ്. ദ ഇമ്പാക്ട് ഓഫ് ദ ഫസ്റ്റ് വേൾഡ് വാർ. ദ വാർ ലെഡ് ടു ഹ്യൂജ് ഇൻക്രീസ് ഇൻ ഡിഫെൻസ് എക്സ്പെൻഡിച്ചർ. ഇപ്പോൾ ഈ വാർ നടന്നപ്പോൾ എന്തായി, ബ്രിട്ടീഷേഴ്സിന് ഭയങ്കരമായിട്ട് എക്സ്പെൻഡിച്ചർ വന്ന്, അവർക്ക് എന്തൊക്കെ ഭയങ്കരമായിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വന്ന്, മണി ഭയങ്കര ആവശ്യം വന്ന്. അപ്പോൾ അവരെന്താക്കി, ദേ ഇൻക്രീസ് ദ ടാക്സസ് ആൻഡ് ടുക്ക് വാർ ലോൺസ്. അവർ ലോൺ എടുത്ത് എന്നിട്ട് ടാക്സ് ഒക്കെ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഈ ടാക്സ് ഇൻക്രീസ് ചെയ്തത് ആരാ പേ ചെയ്യേണ്ടി? ഇന്ത്യൻസ്. വി ഇന്ത്യൻസ് ആർ പേയിങ് ഫോർ ദ വാർ ദാറ്റ് ദേ ആർ ഡൂയിങ്. ഓക്കെ, ബ്രിട്ടീഷേഴ്സ് ആർ ഇൻവോൾവ് ഇൻ ദ വാർ. നമുക്ക് ആ വാറിലായിട്ട് ഒരു പങ്കുമില്ല, പക്ഷേ ഈ ബ്രിട്ടീഷേഴ്സ് നമ്മൾ റൂൾ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അവർക്ക് ആ പൈസൻ്റെ ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ആ പൈസ അവർ എവിടെ നിന്നാണ് എടുക്കുന്നത്? ഫ്രം അവർ ടാക്സസ്. പ്രൈസ് ഹൈക്ക് ഡ്യൂറിങ് ദ വാർ ഇയേഴ്സ് ലെഡ് ടു എക്സ്ട്രീം ഹാർഡ്ഷിപ്പ് ഫോർ ദ കോമൺ പീപ്പിൾ. അപ്പോൾ ഈ വാറിൻ്റെ സമയത്തിൽ എന്താ, എല്ലാ സാധനത്തിൻ്റെയും വില കൂടി. ഇപ്പോൾ ഈ വില ഒക്കെ തീരുമാനിക്കുന്നത് ബ്രിട്ടീഷേഴ്സ് തന്നെ ആയിരിക്കും, ബിക്കോസ് ദേ ആർ റൂളിങ് അസ്. അപ്പോൾ അവർ പറഞ്ഞതാണല്ലോ, അപ്പോൾ അവർ പറയുന്ന വിലയാണ് നമ്മൾ കൊടുക്കേണ്ടി വരിക. അപ്പോൾ ഈ വാറിൻ്റെ സമയത്ത് എന്താ, എല്ലാ സാധനത്തിൻ്റെ വില ഓൾമോസ്റ്റ് ഡബിളായി. അപ്പോൾ അത്രയും കോമൺ മാനിൻ്റെ മേലെ അതൊരു പ്രഷറായി മാറി. പീപ്പിൾ ഇൻ റൂറൽ ഏരിയാസ് വർ ഫോഴ്സ്ഡ് ടു ജോയിൻ ദ വാർ ആസ് ബ്രിട്ടീഷ് സോൾജേഴ്സ്. ഇത് കുറച്ചൊരു എക്സ്ട്രീം സ്റ്റെപ്പ് തന്നെ ആയിപ്പോയി. ഒരു പൈസ നമ്മളടുത്ത് നിന്ന് ഇങ്ങനെ വാങ്ങി, സെക്കൻഡ് ഓർ എന്താ ചെയ്ത്, ഈ റൂറൽ ഏരിയസിലെ ആൾക്കാരോട് കമ്പൽസറി ബ്രിട്ടൻ്റെ ആർമി ജോയിൻ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ആർമി ജോയിൻ ചെയ്തിട്ട് എന്താ ചെയ്യുന്നത്, ആ വാറിൽ പോയി പങ്കെടുക്കാൻ. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻസിനോട് അവരുടെ വാറിലേക്ക് പങ്കെടുക്കാൻ ഇങ്ങനെ നിർബന്ധിച്ചപ്പം അത് ശരിക്കും ഒരു വൈഡ് സ്പ്രെഡ് ആങ്കറിൻ്റെ ഒരു കാരണമായി. എല്ലാവർക്കും അത് ശരിക്കും രസിച്ചില്ല അത്ര, എല്ലാവർക്കും അത് ഒരു ആംഗ്രി ആക്കി എല്ലാവരെയും. ഇറ്റ് വാസ് കോൾഡ് ദ ഫോഴ്സ്ഡ് റിക്രൂട്ട്മെൻറ്റ്. ഫോഴ്സ്ഡ് റിക്രൂട്ട്മെൻറ്റ് മീൻസ് കമ്പൽസറി ഇന്ത്യൻസിനെ കൊണ്ട് ബ്രിട്ടീഷേഴ്സ് വന്ന് അവരുടെ ആർമി ജോയിൻ ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ ഇതല്ലാതെ ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഇനിയും പ്രോബ്ലംസ് ഉണ്ടായി. അതൊക്കെ എന്തായിരുന്നു? ഇറ്റ് ഫേസ് എൻ അക്യൂട്ട് ഷോർട്ടേജ് ഓഫ് ഫുഡ് ആസ് ദ ക്രോപ്സ് ഫെയിൽ ഡ്യൂറിങ് ദ ഇയർ 1918 to 1919 and 1920 to 1921. അപ്പോൾ ഈ 2 വർഷത്തിൻ്റെ കാലത്ത് എന്തായി അറിയോ, ക്രോപ്സ് ഫെയിലിയറായി. മീൻസ് അന്ന് ആ വർഷങ്ങളിൽ ക്രോപ്സ് അത്ര ഉണ്ടായില്ല, നമുക്ക് ഫുഡ് ഷോർട്ടേജ് ഫേസ് ചെയ്യേണ്ടി വന്ന്. അപ്പോൾ ഈ വാറിനെ കൊണ്ട് വാർ കഴിഞ്ഞാൽ ഒക്കെ തീരുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കായിരുന്നു ഇന്ത്യൻസ്. പക്ഷെ എന്തായി, ആ വാർ കഴിയുന്നതും ഇന്ത്യയിൽ ഒരു ഫെമൈൻ വരുന്നതും ഒക്കെ ഒപ്പറായി.
An outbreak of influenza epidemic in 1920. ഇപ്പോൾ ഈ 1920 കാലഘട്ടത്തിൽ അവിടെ ഒരു വലിയ ഒരു പാൻഡമിക് തന്നെ ഉണ്ടായിരുന്നു. ഈ ഫുൾ വേൾഡിൽ സ്പ്രെഡ് ആയിരുന്നു ഒരു ഇൻഫ്ലുവൻസ. സെയിം ഹൗ ഇൻ 2020 വി ഹാവ് കൊറോണ. സച്ച് എ സിറ്റുവേഷൻ വാസ് ഫേസ്ഡ് ഇൻ 1920 ഓൾസോ. ദാറ്റ് വാസ് ബിക്കോസ് ഓഫ് എ പാൻഡമിക് ഇൻഫ്ലുവൻസ ഫ്ലൂ. ഒരു ഫ്ലൂ ആയിരുന്നു, ഇൻഫ്ലുവൻസ ഫ്ലൂ വൈറസ് ആയിരുന്നു ഈ പാൻഡമിക് കോസ് ചെയ്തത്. അത് ഈ ശരിക്കും ഇന്ത്യയിലേക്ക് വരാൻ കാരണം എന്താണ്? ഈ വേൾഡ് വാറിൽ പങ്കെടുക്കാൻ ഈ ഇന്ത്യൻസിനെ കുറേ അയച്ചല്ലോ, അവർ അവിടെ നിന്ന് കൊണ്ടുവന്നതായിരുന്നു ഈ ഡിസീസ്. അവർ തിരിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങി വരുമ്പം ഫസ്റ്റ് അവർ ബോംബെയിലാണ് വന്നത്. അന്ന് ഫ്ലൈറ്റ് ഒന്നും ഇല്ലല്ലോ, ഷിപ്പിലൊക്കെയാണ് വന്നത്. അപ്പോൾ അവർ ബോംബെയിൽ ലാൻഡ് ചെയ്തപ്പോൾ ഫസ്റ്റ് ബോംബെയിലാണ് ഈ ഡിസീസ് ഗ്രിപ്പ് വന്നത്. അപ്പോൾ ബോംബെയിൽ ഇതിനെ ബോംബെ ഫീവർ എന്നും പറയും എല്ലാവരും. ആ കാലഘട്ടത്തിൽ എത്ര ആൾക്കാരാണ് മരിച്ചത് ആ സമയത്ത്. ഈ ഡിസീസിന് സ്പ്രെഡായി ഫുൾ ഓൾമോസ്റ്റ് ഓൾ ഓവർ ഇന്ത്യ ഇറ്റ് സ്പ്രെഡ്. അപ്പോൾ ഫുൾ കൺട്രീസിൽ നോക്കുമ്പം ഈ സ്കോർ ബോർഡ് ഇടാണെങ്കിൽ ഇന്ത്യ ആയിരുന്നു ഏറ്റവും മേലെ ആ കാലഘട്ടത്തിൽ. പിന്നെ അന്നത്തെ സമയം ഈ ഫെമൈനും ഷോർട്ടേജ് ഓഫ് ഫുഡൊക്കെ ആയപ്പം ആൾക്കാർ പൊതുവേ വീക്കായിരുന്നു. അതിൻ്റെ മേലെ ഒരു എപ്പിഡമിക്കും ആയപ്പം ഇന്ത്യ സോ ഡെത്ത് ഓഫ് 12 to 13 million people. അപ്പോൾ ഇത്രയും ആൾക്കാർ ആ സമയം മരിച്ചിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ ഈ മരിച്ച ആൾക്കാരെ കത്തിക്കാനുള്ള വിറകുണ്ടാവില്ല, ഇല്ലെങ്കിൽ അവരെ കുഴിച്ചുമുടാൻ പ്രോബ്ലം ആയിട്ട് എല്ലാവരും കുറേ ആൾക്കാരൊക്കെ ഡെഡ് ബോഡീസിനെ റിവറിൽ ഫ്ലോ ചെയ്യും. അപ്പോൾ അന്നത്തെ കാലത്തിൽ റിവേഴ്സ് വെർ സ്വോളൻ വിത്ത് ഡെഡ് ബോഡീസ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അത്രയും മാസ് ഡെത്ത് ആയിരുന്നു. അപ്പോൾ ഇന്ന് കൊറോണൻ്റെ മുന്നിൽ നോക്കുകയാണെങ്കിൽ അത് എത്രയോ ഭയങ്കരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ആ കാലഘട്ടം ഇന്ത്യ കടന്നു വന്നു. അപ്പോൾ ദിസ് വാർ ദ പ്രോബ്ലംസ് ദാറ്റ് എഫക്റ്റഡ് ഇന്ത്യ. ദ വാർ വാസ് ഓൾസോ എ ബിഗ് മേജർ റീസൺ. ആൻഡ് ഈ പ്രോബ്ലം, ഈ പാൻഡമിക് ഒക്കെ നടക്കുമ്പോൾ ഇന്ത്യൻസ്ക്ക് ശരിക്കും വെറി പിടിച്ച് ഇതെന്താണ് നമ്മൾ റൂൾ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയണില്ലല്ലോ, ഇവർക്ക് എന്താ നമ്മളൊന്ന് ഈ ഡിസീസിൽ നിന്ന് രക്ഷിക്കാൻ ഇവരെ കൊണ്ട് കഴിയണില്ലല്ലോ, പിന്നെ നമ്മൾ എന്തിനു ഇവരെ കോപ്പറേറ്റ് ചെയ്യുന്നത്, നമ്മൾ എന്തിനാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പാൻഡമിക്കും ഈ ഫെമൈനും ശരിക്കും ആ ഇന്ത്യൻസിൻ്റെ മനസ്സിൽ ആ ബ്രിട്ടീഷിനോട് ഉള്ള വെറുപ്പിനെ മുന്നിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇങ്ങനെ ബ്രിട്ടീഷേഴ്സിൻ്റെ മേലെ ഇങ്ങനെ എതിർപ്പ് വരുമ്പം അപ്പോൾ ശരിക്കും ഇന്ത്യക്ക് ഒരു നയിക്കാനുള്ള ഒരു ലീഡർ അത്യാവശ്യമായി. ബിക്കോസ് ഓൾ ഓവർ ഇന്ത്യ ദേ വർ ഫേസിങ് ദിസ് പ്രോബ്ലം. അപ്പോൾ അവരെല്ലാവരും കോമൺലി ദേ വാണ്ടഡ്, ആക്ച്വലി ദേ ഹാഡ് ടു ഹാവ് എ ലീഡർ ഹു ക്യാൻ ഗൈഡ് ദം ത്രൂ ദിസ് സിറ്റുവേഷൻ. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഇവിടുത്തെ അവസ്ഥ, സൗത്ത് ആഫ്രിക്ക ഹി ഹാഡ് ലിവ്ഡ് ദർ ഫോർ അബൌട്ട് 23 years. അവിടുന്ന് കുറേ എഡ്യൂക്കേഷനൊക്കെ നേടി അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ കണ്ട് അതിനെങ്ങനെ പരിഹരിച്ചത് അതൊക്കെ കണ്ട് ഭയങ്കര ഒരു വെറൈറ്റി ഐഡിയാസൊക്കെ ആയിട്ടാണ് ഗാന്ധിജി ഇന്ത്യയിലേക്ക് വരുന്നത്. എന്നിട്ട് ഇന്ത്യയിൽ വന്നിട്ട് അവസ്ഥ കണ്ടപ്പം ഗാന്ധിജിക്ക് അടങ്ങി നിൽക്കാൻ പറ്റിയില്ല. ഗാന്ധിജി ശരിക്കും ഒരു ഹീറോ ആയിട്ട് ഇന്ത്യനെ ലീഡ് ചെയ്തു. അപ്പോൾ ഗാന്ധിജി കൊണ്ടുവന്ന പ്രിൻസിപ്പിൾ എന്തായിരുന്നു? ദാറ്റ് വാസ് സത്യാഗ്രഹ. സത്യത്തിൻ്റെ ആഗ്രഹം. ആഗ്രഹം ഇസ് എൻ ഹിന്ദി വേർഡ് വിച്ച് ഹാസ് എ സെയിം മീനിങ് ലൈക്ക് ആഗ്രഹം. സത്യത്തിൻ്റെ ആഗ്രഹം അത് വേണം. അതാണ് ഗാന്ധിജി കൊണ്ടുവന്ന ഒരു തിയറി. വാട്ട് ഹി സെഡ്, ഹി സ്ട്രെസ്ഡ് ഓൺ ദ നീഡ് ടു സെർച്ച് ഫോർ ട്രൂത്ത്. മീൻസ് എന്താ ശരി അതിൽ നിങ്ങൾ സെർച്ച് ചെയ്യണം. ഇഫ് ദ സ്ട്രഗിൾ വാസ് ഫോർ ജസ്റ്റിസ് ദെൻ ദ ബാറ്റിൽ കുഡ് ബി വൺ ത്രൂ നോൺ വയലൻസ്. പിന്നെ ഗാന്ധിജി കാര്യമായിട്ട് പറഞ്ഞത് എന്താ, നിങ്ങൾ ന്യായത്തിന് വേണ്ടിയിട്ടാണ് പോരാടണമെങ്കിൽ അവിടെ വയലൻസിൻ്റെ ആവശ്യമില്ല. വയലൻസ് മീൻസ് വാട്ട്? ടു ഫൈറ്റ്, ടു ഷെഡ് ബ്ലഡ് ആൻഡ് ഓൾ ദാറ്റ് ഈസ് വയലൻസ്. ഒരു ഫൈറ്റിംഗ് ചെയ്തിട്ട് നിങ്ങൾ ജയിക്കേണ്ട ആവശ്യമില്ല. ഒരു ഫൈറ്റിംഗ് ഒന്നും ഇല്ലാതെ നോൺ വയലൻസിലൂടെയും നമുക്ക് ജസ്റ്റിസ്, ന്യായത്തിന് വേണ്ടി പോരാടാൻ പറ്റും. അതായിരുന്നു ഗാന്ധിജി കൊണ്ടുവന്ന ഐഡിയാസ്. The oppressor should be persuaded to see the truth instead of being forced to accept it by the use of violence. ഗാന്ധിജി എന്താ പറഞ്ഞത്? ഈ ഒപ്രസർ മീൻസ് ഈ ബ്രിട്ടീഷേഴ്സ്, അവരാണ് നമ്മളെ ഒപ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് നമുക്കൊരു കാര്യം മനസ്സിലാക്കിപ്പിച്ച് അവരെ കൊണ്ട് അത് ചെയ്യണ്ടെന്ന് ഒരു ബോധമാക്കണം. അവർക്ക് അങ്ങനത്തെ ഒരു ബോധം വരണം. നിങ്ങളത് നിർബന്ധിച്ചിട്ട് യു കെ നോട്ട് ഫോഴ്സ് ദം ടു ആക്സെപ്റ്റ്. നിങ്ങളത് നിർബന്ധിക്കുമ്പം യു യൂസ് ദ വയലൻറ്റ് വേസ് ഓഫ് ഫൈറ്റിംഗ് ആൻഡ് ബ്ലഡ് ഷെഡ് ആൻഡ് ഓൾ ദാറ്റ്. അപ്പോൾ ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ്. ദാറ്റ് ഈസ് വാട്ട് ഗാന്ധിജി preached. Gandhiji thought that this dharma of non-violence could unite all Indians. അപ്പോൾ ഈ ധർമ്മം if you follow only then India will be united and they stand up against the Britishers.
അപ്പോൾ ഈ ഐഡിയാസ് ആയിട്ടൊക്കെ ഗാന്ധിജി വരുമ്പം ഇന്ത്യയിലേക്ക് ദെൻ ദ നീഡ് കെയിം വെയർ ദിസ് ഐഡിയാസ് വാസ് പ്രാക്ടിക്കലി അപ്ലൈഡ്. അപ്പോൾ ഫസ്റ്റ് സത്യാഗ്രഹ ദ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് സോ ദാറ്റ് വാസ് ലെഡ് ബൈ മഹാത്മാ ഗാന്ധി ഇൻ ചമ്പാരൻ ഇൻ ബിഹാർ. അപ്പോൾ ഈ പേര് ഡെഫിനറ്റ്ലി ബൈ ഹാർട്ട് ആക്കിക്കോളൂ. ഇറ്റ് കംസ് ആസ് എ മാപ്പ് ക്വസ്റ്റ്യൻ ഓൾസോ, വേർ ആൻഡ് ഓൾ ഗാന്ധിജി ലെഡ് ദ സത്യാഗ്രഹ. അപ്പോൾ അത് എവിടെയൊക്കെ നടന്നു, അപ്പോൾ 3 കേസസ് യു ആർ ഗോയിങ് ടു സ്റ്റഡി. സോ ദിസ് ഹിയർ ഫസ്റ്റ് വൺ, ദ ഫസ്റ്റ് സത്യാഗ്രഹ, അത് എപ്പോഴാണ് നടന്നത്? 1916 നടന്നിട്ടുണ്ട്. ഫസ്റ്റ് സത്യാഗ്രഹ വാസ് ഇൻ 1916 വേർ ഇൻ ചമ്പാരൻ ഇൻ ബിഹാർ. ഓക്കെ, അപ്പോൾ ചമ്പാരൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബീഹാറിലാണ് അത്. അവിടെയാണ് ഈ ഫസ്റ്റ് സത്യാഗ്രഹം നടക്കുന്നത്. അവിടെ എന്തായിരുന്നു? അഗെയിൻസ്റ്റ് ദ പെസൻസ് സ്ട്രഗിൾ. പെസൻറ്റ് സ്ട്രഗിൾ മീൻസ് ദ ഫാർമേഴ്സ്. അപ്പോൾ അവിടെ എന്തായിരുന്നു പ്രശ്നം? പ്ലാന്റേഷൻ സിസ്റ്റമിൽ അവിടെ വന്ന് ബ്രിട്ടീഷേഴ്സ് വന്ന് ഫാർമേഴ്സിനെ ഫോഴ്സ് ചെയ്തു ഇൻഡിഗോ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻഡിഗോ ഇസ് എ പ്ലാന്റ് ഫ്രം വിച്ച് യു മേക്ക് എ ഡൈ, ദാറ്റ് കളർ യു മേക്ക്, ഇൻഡിഗോ കളർ. അപ്പോൾ അതിന് ആ പ്ലാന്റിന് നല്ല വാല്യൂ ഉണ്ടായിരുന്നു മാർക്കറ്റ്സിൽ. അപ്പോൾ ഈ ബ്രിട്ടീഷേഴ്സ് എന്താക്കും? ഇന്ത്യൻസിനോട് അവരുടെ ഫീൽഡിൽ ഒരു പാർട്ട് ഇൻഡിഗോ ഗ്രോ ചെയ്യാൻ നിർബന്ധിക്കും. അതിൻ്റെ ലാഭമൊന്നും ഇന്ത്യൻസിന് കിട്ടൂല. ഇന്ത്യൻസിനോട് ഒരു ടാക്സ് ആയിട്ട്, ഇപ്പോൾ നിങ്ങൾ ഈ സ്ഥലത്ത് ഗ്രോ ചെയ്യുമ്പോൾ ഒരു ടാക്സ് കൊടുക്കുന്ന മാതിരി നിങ്ങൾ ഇൻഡിഗോവും ഗ്രോ ചെയ്തോളൂ, എന്നിട്ട് അത് നമുക്ക് കൊടുക്കണം. അങ്ങനെ ബ്രിട്ടീഷേഴ്സ് അത് വാങ്ങി വെക്കും. So this was a very actually cruel thing to do. അപ്പോൾ അതിനെ എതിർത്തു ഈ ഇന്ത്യൻ ഫാമേഴ്സ്. അതിനെ ശരിക്കും എതിർത്തു. ബിക്കോസ് their land they had to spend for growing indigo, and അതിനൊരു ലാഭം അവർക്ക് കിട്ടുന്നില്ല. This issue was taken up by Mahatma Gandhi and he said, okay, I'll lead this as a satyagraha for you. അപ്പോൾ Mahatma Gandhi started off with this in 1916 to present the case of the peasants in front of the Britishers. In 1917, Satyagraha supported the peasants of Kheda district in Gujarat. ഇപ്പോൾ ഖേഡ ഡിസ്ട്രിക്റ്റിൽ എന്തായിരുന്നു? അവിടെ ഒരു പ്ലേഗ് സ്പ്രെഡായി. ആ പ്ലേഗ് സ്പ്രെഡായതും പിന്നെ അവിടെയും ഫെമൈൻ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇവരെന്താ പ്രതീക്ഷിച്ചത്? ഇനി റവന്യൂ എങ്കിലും ഗവൺമെൻറ് കുറച്ച് തരേക്കുമെന്ന്. പക്ഷേ ഗവൺമെൻറ് അതിനെ അംഗീകരിച്ചില്ല. അവർ പറഞ്ഞ റവന്യൂ ഇവർ തന്നിരിക്കണം. അപ്പോൾ ഈ ലോക്കൽ പീപ്പിൾ ദേ സ്റ്റാർട്ടഡ് റിവോൾട്ടിങ് അഗെയിൻസ്റ്റ് ഇറ്റ്, ആൻഡ് മഹാത്മാ ഗാന്ധി ഹെൽപ്പ് ദം ബൈ ഡൂയിങ് സത്യാഗ്രഹ ഇൻ 1917. ഇത് എവിടെ നടന്നത്? ഖേഡ ഡിസ്ട്രിക്ട് ഇൻ ഗുജറാത്ത്. ദാറ്റ് you have to remember. പിന്നെ നടന്ന സത്യാഗ്രഹ 1918, ദാറ്റ് ഈസ് ഇൻ ദ കോട്ടൺ മിൽ വർക്കേഴ്സ് ഇൻ അഹമ്മദാബാദ്. അഹമ്മദാബാദും ഗുജറാത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ എന്താ ആയത്? ഈ കോട്ടൺ മിൽ വർക്കേഴ്സിൽ അവിടുത്തെ ആൾക്കാർക്ക് വേജസ് ഒക്കെ കുറവായിരുന്നു. ഓണേഴ്സ് ശരിക്കും അവരുടെ കണ്ടീഷൻസിനെ ഇമ്പ്രൂവ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവർ ഓണേഴ്സിനെ എതിർത്തിട്ട് ഈ മിൽ വർക്കേഴ്സ് ഒക്കെ ഒരു ഗ്രൂപ്പായി അവർ ഗാന്ധിജീനെ കാണാൻ പോയി. പ്ലീസ് ഹെൽപ്പ് us എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഗാന്ധിജി അവരെ സപ്പോർട്ട് ചെയ്ത് അവിടെ ഗാന്ധിജി ഹി ഫാസ്റ്റഡ് ഓൾസോ for 3 days he fasted, and after fasting for 3 days the mill owners they agreed to the demands, and that was a successful satyagraha there. Appo what do we see? These are the 3 main satyagrahas led by Gandhiji. അപ്പോൾ ഇത്രയും സത്യാഗ്രഹം ഒക്കെ ശരിക്കും സക്സസ് ആവുന്നുണ്ടെന്ന് അവിടുത്തെ ആൾക്കാർക്കും മെസ്സേജ് പോയി. എന്നിട്ട് ഗാന്ധിജി ബിക്കേം കോൺഫിഡൻറ്റ്. യെസ്, അറ്റ് നാഷണൽ ലെവലിൽ നമ്മൾ ഇതന്നെ ചെയ്യണം. നമുക്കൊരു സ്വരാജ് കിട്ടണമെങ്കിൽ, സ്വന്തം രാജ്യം കിട്ടണമെങ്കിൽ ദിസ് സത്യാഗ്രഹം ഹാസ് ടു സ്പ്രെഡ് ഓൾ ഓവർ ഇന്ത്യ. അപ്പോൾ ആ ഐഡിയ വെച്ചിട്ട് മഹാത്മാഗാന്ധി ഹി വാസ് തിങ്കിങ് അബൌട്ട് ഇറ്റ്, ഹൗ ടു സ്റ്റാർട്ട് എ നാഷണൽ മൂവ്മെൻറ്റ് ഫുൾ ഇന്ത്യൻ്റെ ലെവലിൽ. ഇപ്പോൾ ഇത് ബീഹാറും ഗുജറാത്തിലും മാത്രമായിട്ട് തുടങ്ങി വെച്ചപ്പം നല്ല കോൺഫിഡൻസ് ആയി മഹാത്മാഗാന്ധിക്ക്. ഇനി നമുക്കത് ഫുൾ ഇന്ത്യയിൽ അപ്ലൈ ചെയ്ത് നോക്കണം എന്ന്. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് ഈ റോളറ്റ് ആക്ട് പാസ്സാവുന്നത്. ഈ വാട്ട് ഈസ് ദിസ് റോളറ്റ് ആക്ട്? ആ സമയത്ത് എന്തായിരുന്നു? ഇപ്പോൾ മഹാത്മാഗാന്ധി കൊണ്ടുവന്ന സത്യാഗ്രഹം ഒക്കെ കുറച്ച് ഇങ്ങനെ സക്സസ് ആവാൻ തുടങ്ങിയപ്പം ആ ഐഡിയാസിനെ ഫോളോ ചെയ്ത് എല്ലാ സ്ഥലത്തും ആൾക്കാർ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങി, അങ്ങനെ എതിർക്കാൻ തുടങ്ങി, അവരുടെ ഡിമാൻഡ്സ് ഒക്കെ വെക്കാൻ തുടങ്ങി. അപ്പോൾ എന്തായി? ഗവൺമെൻറ്റിന് അവരെ സപ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഗവൺമെൻറ് എന്താക്കി? പുതിയൊരു റൂൾ അവർ കൊണ്ടുവന്നതാണ് റൂൾ. ആ റൂളിന് കുറേ ഇന്ത്യൻസ്, ഈ ഗവൺമെൻറ്റിൻ്റെ കൗൺസിലിൽ കുറച്ച് ഇന്ത്യൻ മെമ്പറിന് റിപ്രസെൻറ്റേഷൻ ഉണ്ടായിരുന്നു. അവർ എല്ലാവരും എതിർത്തിട്ടുണ്ട്. പക്ഷേ ഈ ഗവൺമെൻറ് അവർ പറഞ്ഞ ഒന്നും കേൾക്കാതെ ഈ റൂളിനെ ഒരു ആക്റ്റായിട്ട് മാറ്റി. മീൻസ് ഇറ്റ് ഈസ് അപ്ലൈഡ് നൗ. ആ ആക്ട് എന്തായിരുന്നു? ഈ ഗവൺമെൻറ്റിനെ എതിർത്ത് ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ ഈ ഗവൺമെൻറ്റിക്ക് അധികാരമുണ്ട് അവരുടെ ആക്ടിവിറ്റീസിനെ സപ്രസ് ചെയ്യാൻ. പിന്നെ അങ്ങനത്തെ സപ്രസ് ചെയ്തിട്ട് അവിടുന്ന് അറസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ 2 years വരെ ജയിലിലിടുക. ഒരു വിചാരണ ഒന്നും ചെയ്യാതെ 2 years വരെ ജയിലിലിടാനുള്ള പവർ ഗവൺമെൻറ്റിന് കിട്ടുന്നുണ്ട്.
Okay, the government got enormous powers to repress political activities and detain prisoners without trial for 2 years. This was the ROWLATT Act. അപ്പോൾ ഈ ആക്ട് കേട്ടിട്ട് ഏതെങ്കിലും ദേശാഭിമാനിയായ ഇന്ത്യൻ അത് പൊറുക്കോ? അത് പ്രത്യേകിച്ച് മഹാത്മാഗാന്ധിക്ക് അത് പൊറുത്തിട്ടേ ഇല്ല. അപ്പോൾ വാട്ട് ഡിഡ് ഹീ ഡു? മഹാത്മാഗാന്ധി ഡിക്ലെയർഡ് ഓക്കെ ഇൻ ഓൾ ഇന്ത്യ ലെവലിൽ നമുക്ക് ഇതിനെ എതിർക്കണം, ഈ ആക്ടിനെ വി ഷുഡ് ഒപ്പോസ് അറ്റ് ദ നാഷണൽ ലെവൽ. ഓക്കെ, എവ്രിബഡി ഇൻ ദ കൺട്രി ഷുഡ് ഇൻവോൾവ് ഇൻ ദിസ്. അങ്ങനെയായിരുന്നു മഹാത്മാഗാന്ധിയുടെ ഐഡിയ. ആൻഡ് ദാറ്റ് ഇൻ എ നോൺ വയലൻറ്റ് വേ ആയിട്ട്, ഫൈറ്റിംഗ് ഒന്നും ചെയ്യാതെ വെറുതെ നമ്മൾ എതിർപ്പ് മാത്രം കാണിക്കണം. അങ്ങനെയാണ് ഗാന്ധിജി പറഞ്ഞത്. എന്നിട്ട് മഹാത്മാഗാന്ധി ഡിക്ലെയർഡ് ഹർത്താൽ ഓൺ April 6th. അപ്പോൾ ഈ ഹർത്താലിൽ ഗാന്ധിജി എന്താ പറഞ്ഞത്? റാലീസ് ഷുഡ് ബി ഡൺ ആൻഡ് ദെൻ എവ്രിബഡി ഷുഡ് ഗോ ഓൺ സ്ട്രൈക്ക്. ഇപ്പോൾ ഈ റെയിൽവേ വർക്ക്ഷോപ്പിൽ റെയിൽവേന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരും എല്ലാ പീഡിയകളും ഒക്കെ പൂട്ടി ആൾക്കാരൊക്കെ സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ ഇത് കണ്ടപ്പം ബ്രിട്ടീഷേഴ്സ് ഒന്ന് പേടിച്ചു. ബിക്കോസ് ഇങ്ങനെ എല്ലാവരും ചെയ്താൽ നമ്മൾ റെയിൽവേ ലൈൻസിൻ്റെ പ്രശ്നം, ട്രാഫിക്, നമ്മൾ ട്രാൻസ്പോർട്ടിൽ പ്രശ്നം പെടും, പിന്നെ ടെലിഗ്രാഫിൽ പ്രശ്നം വരും. അപ്പോൾ ശരിക്കും അവർ അതിനെന്താ അമർത്താൻ നോക്കി. ഇങ്ങനത്തെ ഒരു സ്ട്രൈക്ക് ചെയ്യാതെ നിൽക്കാൻ വേണ്ടിയിട്ട് അവരെന്താക്കി, നാഷണലിസ്റ്റ് ലീഡേഴ്സിനൊക്കെ പിടിക്കാൻ തുടങ്ങി, മഹാത്മാഗാന്ധിനൊക്കെ തടയാൻ തുടങ്ങി, ഡൽഹിയിൽ വരരുത് അങ്ങനെ തടയാനൊക്കെ തുടങ്ങി. പിന്നെ അവർ കാര്യമായിട്ട് ചെയ്തൊരു പണി എന്താണെന്നറിയോ? ഓൺ April 10th പോലീസ് ഇൻ അമൃത്സർ ഫയർഡ് അപ്പോൺ എ പീസ്ഫുൾ പ്രൊസഷൻ. അപ്പോൾ ഇങ്ങനെ ഇതിനെ റോലാറ്റ് ആക്ടിനെ എതിർത്തിട്ട് ആൾക്കാർ ഇങ്ങനെ പീസ്ഫുള്ളായിട്ട് പ്രൊസഷൻ നടത്തി പോവുമായിരുന്നു. അപ്പോൾ അതിലേക്ക് പോലീസ് ഫയർ ചെയ്തു. led to widespread attacks on banks, post offices and railway stations. അപ്പോൾ ഇങ്ങനെ പീസ്ഫുൾ ഒരു പ്രൊസഷൻ്റെ മേലെ ഇങ്ങനെ ഫയർ യൂസ് ചെയ്തപ്പം എല്ലാവരും സത്യാഗ്രഹവും നോൺ വയലൻസ് ഒക്കെ മറന്നുപോയി. ഓരെന്തായി, പിന്നെയും അവരെ എതിർക്കാൻ വേണ്ടിയിട്ട്, ബ്രിട്ടീഷേഴ്സിനെ എതിർപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ബാങ്ക്സിലും പിന്നെ റെയിൽവേ സ്റ്റേഷൻസിലും ഒക്കെ അവർ സ്ട്രൈക്ക് ചെയ്യാനും കല്ലെടുത്തെരിയാനും അങ്ങനെയൊക്കെ എതിർക്കാൻ തുടങ്ങി ഇന്ത്യൻസ്. അപ്പോൾ എന്തായി, ഈ പോലീസിനെ കൊണ്ട് ഈ സിറ്റുവേഷൻ മാനേജ് ചെയ്യില്ല എന്ന് മനസ്സിലായപ്പം അവിടെ ഗവൺമെൻറ് മാർഷൽ law കൊണ്ടുവന്നു. മാർഷൽ ലോ മീൻസ് പവർ വാസ് ഗിവൻ ടു ദ ആർമി ടു കൺട്രോൾ എ സിറ്റുവേഷൻ. അതാണ് മാർഷൽ ലോ. അപ്പോൾ മാർഷൽ ലോ ശരിക്കും ഭയങ്കര ക്രൂവലായിരിക്കും. അപ്പോൾ അങ്ങനെ മാർഷൽ ലോ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവിടേക്ക് വന്നത് ജനറൽ ഡയർ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയുന്നത് അമൃത്സറിൽ നടന്ന സംഭവമാണ്. ജനറൽ ഡയർ ടുക്ക് ചാർജ് ആൻഡ് ടുക്ക് കമാൻഡ് ഓഫ് ദ സിറ്റുവേഷൻ. ഓക്കെ, ദിസ് ഈസ് ജനറൽ ഡയർ ആൻഡ് ദിസ് ഈസ് എ ഫേസ് യു ആർ ഗോയിങ് ടു ഹേറ്റ് ഇഫ് യു കം ടു നോ വാട്ട് ഹി ഡിഡ്. ഓൺ April 13, that is the JALLIANWALLA BAGH massacre happened. അപ്പോൾ ഈ ഒക്കെ പെട്ടെന്നായിരുന്നല്ലോ. ഇപ്പോൾ ഫസ്റ്റ് April 6th ഒരു ഹർത്താലായി. പിന്നെ എല്ലാവരും ഹർത്താലിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് പോകുമ്പോൾ ഗവൺമെൻറ്റിന് അവരെ എതിർക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് April 10th ഈ പീസ്ഫുൾ ക്രൗഡിൻ്റെ മേലെ ഫയറിങ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നോൺ വയലൻസ് ഒക്കെ മറന്നു പോയി, ഇന്ത്യൻസും ബാങ്കിലേക്കും എല്ലാത്തിലും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ജസ്റ്റ് സീ ദ കണ്ടിന്യൂറ്റി ഓഫ് ഇറ്റ്. അപ്പോൾ എന്തായി, മാർഷൽ ലോ അപ്ലൈ ചെയ്ത്. അപ്പോൾ എല്ലാ ആൾക്കാർക്കും അത് അറിയില്ല, മാർഷൽ ലോ ഇമ്പോസ് ചെയ്തിട്ടുണ്ടെന്ന് എല്ലാവരും അത് അറിയുന്നില്ല എല്ലാവർക്കും. അപ്പോൾ ഒരു ദിവസം ആ കാലഘട്ടത്തിലായിരുന്നു ബൈസാഖി. ഇപ്പോൾ നമുക്കെങ്ങനെ ഓണമൊക്കെ ഒരു ഹാർവെസ്റ്റ് ഫെസ്റ്റിവലാണ്, അങ്ങനെ പഞ്ചാബിൻ്റെ ഹാർവെസ്റ്റ് ഫെസ്റ്റിവലാണ് ബൈസാഖി. അപ്പോൾ ബൈസാഖി സെലിബ്രേറ്റ് ചെയ്യാൻ എല്ലാവരും വന്ന് ചേരുന്ന ഒരു ഗ്രൗണ്ടാണ് ജാലിയാൻവാല ഗ്രൗണ്ട്. ആ ജാലിയ മീൻസ് ഈ ഒരു ഒക്കെ എൻക്ലോസ് ആയിട്ടില്ല, ഒരു നെറ്റിനോടൊക്കെ എൻക്ലോസ് ചെയ്ത് വെക്കുന്ന ഒരു സ്ഥലം. ബാഗ് മീൻസ് ഗാർഡൻ. ഇപ്പോൾ ജാലിയാൻവാല ബാഗ് ഈസ് എ ഗ്രൗണ്ട്, ഫുൾ സൈഡ് ഒരു 3 sides അത് ക്ലോസ്ഡ് ആണ്, മാത്രം ഒരു ഓപ്പണിംഗ് ഉണ്ടാവുള്ളൂ എല്ലാവർക്കും ആ ഗ്രൗണ്ടിൻ്റെ ഉള്ളിലേക്ക് പോകാൻ. അപ്പോൾ അവിടെ നല്ല ഫൺഫെയർ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഉത്സവപ്പറമ്പ് എങ്ങനെ ഉണ്ടാവും അങ്ങനെ തന്നെ. അപ്പോൾ എല്ലാവരും അവിടെ ബൈസാഖി സെലിബ്രേറ്റ് ചെയ്യാൻ കുറേ ആൾക്കാർ എത്തിയിട്ടുണ്ട്. പിന്നെ ഗാന്ധിജീൻ്റെ ഈ നോൺ വയലൻസിനെ പറ്റിയിട്ട് പഠിക്കാനും എന്താണ് അങ്ങനെ പ്രൊട്ടസ്റ്റ് ചെയ്യാനും കുറച്ച് ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ മാർഷൽ ലോ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് ആർക്കും അതിനെപ്പറ്റി അത്ര അറിയില്ല. അപ്പോൾ എല്ലാവരും അവിടെ കുറേ ആൾക്കാർ അവിടെ ജനം കൂടിയ സമയത്ത് ഈ ജനറൽ ഡയർ എന്താക്കി അറിയോ, ഈ ഫുള്ള് ജാലിയാൻവാല ബാഗിൻ്റെ ഈ ഓപ്പണിംഗ് ഇല്ലേ, ആ എൻട്രി ഗേറ്റിനൊക്കെ അവിടെ ബ്ലോക്ക് ചെയ്ത്. എവിടുന്ന് ജാലിയാൻവാല ബാഗിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഏതൊക്കെ വഴിയുണ്ട് അതൊക്കെ ബ്ലോക്ക് ചെയ്ത്. എന്നിട്ട് ഹി ഓർഡേർഡ് ടു ഷൂട്ട്. അപ്പോൾ ആ ഉള്ളിലുള്ള ആൾക്കാരെ റാൻഡംലി ദേ വർ ഫയർഡ് ആൻഡ് ഷവേർഡ് ഓൺ ബുള്ളറ്റ്സ്. ഓക്കെ, ഇത്ര ബുള്ളറ്റ്സ് അവരെ മേത്ത് ഫയർ ചെയ്ത് കണ്ടിന്യൂ ദേ ഫയർഡ് ബുള്ളറ്റ്സ് ആൻഡ് മോർ ദൻ 300 people died and so many of them got injured. അവിടെ വന്ന് ശരിക്കും ഇപ്പം ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറിയിട്ടുണ്ട്. അവിടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ കാണാനെങ്കിൽ ദിസ് ഈസ് ഹൗ ഇറ്റ് ലുക്സ്. ഇവിടെ വന്ന് ഇപ്പോൾ എല്ലാവരും ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് കാണാൻ വരുന്നുണ്ട് ആ സ്ഥലം. അവിടെ ബുള്ളറ്റ് മാർക്സ് ഇപ്പോഴും ഉണ്ട്, ആ വാൾസിലൊക്കെ ബുള്ളറ്റ് മാർക്സ് ഇപ്പോഴും ഉണ്ട്. ഈ വാളിൻ്റെ ഒക്കെ അകത്തേക്ക് ആ സൈഡിലാണ്
സൈഡിലാണ് ഈ ഗാർഡൻ ഉള്ളത്. അപ്പോൾ ഇത്രയും ആൾക്കാർ അവിടെ മരിച്ച് കുറേ അവിടെ ഒരു വെല്ലുണ്ട് ആ ഗാർഡൻ്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ ഈ ബുള്ളറ്റ്സിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ആ വെല്ലിൽ ചാടി അവിടെ മുങ്ങി മരിച്ചു. മോർ ദാൻ 120 ബോഡീസ് were recovered out of that well, and so many people died because of this. General Dyer, one person, his one order, and so many Indians lost their life. So this is commonly known as the Jallianwallah massacre. On that day, a large crowd gathered in the enclosed ground of Jallianwallah Bagh. Some had come to protest, while the others had come to attend the annual Baisakhi fair. General Dyer blocked the exit points and opened fire on the crowd, killing hundreds. He wanted to spread a feeling of terror in the minds of the Satyagrahis. But ശരിക്കും ജനറൽ ഡയർ അങ്ങനെ ചെയ്യാൻ കാരണം എന്താണ്? ബിക്കോസ് ഹി വാണ്ടഡ് ടു സ്പ്രെഡ് ദ മെസ്സേജ് ഓഫ് ടെറർ. ഇനി ആരെങ്കിലും സത്യാഗ്രഹവും നോൺ വയലൻസും പറഞ്ഞ് ഇറങ്ങിയാൽ ഇങ്ങനെ ആയിരിക്കും അവസ്ഥ എന്നൊരു പേടി കൊണ്ടുവരാനാണ് ജനറൽ ഡയർ ഈ പണിയെടുത്തത്. അപ്പോൾ ഈ ഇങ്ങനത്തെ അമൃത്സറിൽ ഇത് നടന്നെന്ന് റെസ്റ്റ് ഓഫ് ദി ഇന്ത്യ മെല്ലെ മെല്ലെ അറിയാൻ തുടങ്ങി. എല്ലാവരും ഈ വിവരം അറിഞ്ഞപ്പം അവിടെയും എല്ലാവരും ഇതിനൊക്കെ എതിർക്കാൻ തുടങ്ങി. അപ്പോൾ ദെർ വർ സ്ട്രൈക്സ്, ക്ലാഷസ് വിത്ത് ദ പോലീസ് ആൻഡ് അറ്റാക്സ് ഓൺ ഗവൺമെൻറ് ബിൽഡിംഗ്സ്. ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ വാസ് ഡിവൈഡഡ് ഇൻ ടു എക്സ്ട്രീമിസ്റ്റ് ആൻഡ് മോഡറേറ്റ്സ്. മോഡറേറ്റ്സ് മീൻസ് ദേ ബിലീവ്ഡ് നോട്ട് ഇൻ വയലൻസ്, നോൺ വയലൻസ് ഒക്കെ. ഈ എക്സ്ട്രീമിസ്റ്റ് ആരായിരുന്നു? ശരിക്കും എതിർത്ത ആൾക്കാർ, ഫൈറ്റ് ചെയ്ത് എതിർത്ത ആൾക്കാരായിരുന്നു എക്സ്ട്രീമിസ്റ്റ്. അതിലാണ് സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, അങ്ങനത്തെ ഫ്രീഡം ഫൈറ്റേഴ്സ് ഒക്കെ അതിലാണ് പെടാം. Then you had Shahnawaz Khan, Ashfaqullah Khan, then you had Chandrasekhar Azad. These all were extremists. They used to fight for getting India's freedom. They used to believe in that. Okay, but the ideas were totally contrasting to that of ideas of Gandhiji. Islam came to India along with the Mughals, but all the Muslims that we have in India didn't come along with the Mughals, no. They were actually Hindus who converted to become Muslims. So these Muslims are also as much Indian they were. Same with Christians. The Britishers brought Christianity and many people converted as Christians, but they were born Indians. So all these Hindus and Muslims and Christians and Sikhs, though they believed in different religions, but for freedom they all stood together, and they made a group to fight against. So along with this movement of non-violence led by Mahatma Gandhi, all these efforts of the extremists were also equally important in bringing about independence for our country. അപ്പോൾ അവരെ പറ്റിയിട്ട് ഈ ലെസണിലൊന്നും പറയുന്നില്ല. ഇത് ഗാന്ധിജി ലീഡ് ചെയ്തത് മാത്രമാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. ഓക്കെ, വിൽ സ്റ്റിക്ക് ടു ദ ടോപ്പിക്. അമൃത്സറിൻ്റെ ന്യൂസ് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എല്ലാവരും അതിനെ എതിർത്ത് പോലീസിൻ്റെ ബിൽഡിംഗ് ഒക്കെ അവർ ലൂട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ അവിടുത്തെ ഓഫീസേഴ്സ്, ബാങ്ക്സ് എല്ലാത്തിനും അവർ ഇതാക്കാൻ തുടങ്ങി. അപ്പോൾ അതിന് അവരെ അമർത്താൻ ഗവൺമെൻറ് ഇനിയും ക്രൂരരായി. ഗവൺമെൻറ് എന്താ ഇത് റിപ്രസ്ഡ് ആൻഡ് ഹ്യൂമിലിയേറ്റഡ് ദ ടെററൈസിങ് പീപ്പിൾ. അങ്ങനെ എതിർക്കുന്ന ആൾക്കാർ ഗവൺമെൻറ് പിടിയിൽ കിട്ടിയാൽ അവരെ കൊണ്ട് മണ്ണിൽ മൂക്ക് റബ്ബ് ചെയ്യാൻ പറയുക, എന്നിട്ട് അവരെ കൊണ്ട് സലാം പറയാൻ പറയുക. അങ്ങനെ കുറേ ഇപ്പോൾ നിങ്ങളുടെ ബുക്കിൽ ഭയങ്കര ഡീസൻ്റ് ആയിട്ട് 2-3 കാര്യം കൊടുത്തിട്ടുള്ളൂ. ബട്ട് ദെൻ ആക്ച്വലി വാട്ട് ദേ ഫേസ്ഡ് വാസ് റിയലി വെരി വെരി ക്രൂവൽ. ആൻഡ് ആരാണ് ഇതൊക്കെ ഫേസ് ചെയ്യുന്ന? ഇവരെ എതിർത്ത്, ഇന്ത്യനെ സപ്പോർട്ട് ചെയ്ത് ഇവരെ എതിർത്ത് ഫൈറ്റിങ്ങിന് ഇറങ്ങിയ ആൾക്കാർ. അപ്പോൾ ശരിക്കും വി ക്യാൻ കോൾ ദം ആസ് മാർട്ടയേഴ്സ് ഫോർ അവർ കൺട്രി. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർ അവർ ഇങ്ങനെയും ഹ്യൂമിലിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബ്രിട്ടീഷേഴ്സ്. അപ്പോൾ ഇത്ര വയലൻസ് സ്പ്രെഡ് ആവുമെന്ന് മഹാത്മാഗാന്ധി പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ എന്താക്കി മഹാത്മാഗാന്ധി കോൾഡ് ഓഫ് ദ മൂവ്മെൻറ്റ്. ഓക്കെ, ലെറ്റ്സ് പുട്ട് എ സ്റ്റോപ്പ് ടു ഇറ്റ്. എല്ലാവരും ഒന്ന് അടങ്ങെന്ന് പറഞ്ഞ് ഈ സത്യാഗ്രഹം അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഈ ജാലിയൻവാല ബാഗ് കഴിഞ്ഞതോടെ, കൂടുതൽ വയലൻസ് സ്പ്രെഡ് ആയതോടെ ഈ സത്യാഗ്രഹം അവിടെ സ്റ്റോപ്പ് ചെയ്തു. മഹാത്മാഗാന്ധി സ്റ്റോപ്ഡ്, പുട്ട് ആൻ എൻഡ് ടു ദാറ്റ് സത്യാഗ്രഹം. ഇപ്പോൾ ഈ ഫസ്റ്റ് നടത്തിയ നാഷണൽ മൂവ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ മഹാത്മാഗാന്ധി ഇതിന് എന്താ കാര്യങ്ങളൊക്കെ പഠിച്ചത്? ശരിക്കും ഇത് ഈ റൂറൽ ഏരിയാസ് അത്ര ഇൻവോൾവ് ചെയ്തിട്ടില്ല. ഒക്കെ സിറ്റി, അർബൻ പീപ്പിൾ അവർ മാത്രമായിരുന്നു ഇതിലേക്ക് സപ്പോർട്ട് തന്നത്. അപ്പോൾ ഗാന്ധിജി പറഞ്ഞു, ഇതിപ്പോൾ കുറച്ച് ആൾക്കാരായിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ശരിയാവില്ല. നമ്മൾ യുണൈറ്റഡ് ആയിട്ട് കൂടുതൽ ആൾക്കാർ, ഒരു വൈഡ് സ്പ്രെഡ് ആയിരിക്കും നമ്മളെ നാഷണൽ മൂവ്മെൻറ്റ്. അപ്പോൾ അങ്ങനത്തെ ഒരു വൈഡ് സ്പ്രെഡ് മൂവ്മെൻറ്റ് ആവണമെങ്കിൽ ഇതിൽ ഏറ്റവും അത്യാവശ്യം എന്താണ്? ഹിന്ദുസും മുസ്ലിംസും ഒന്നായിട്ട് വേണം ഇതിലേക്ക് ഇറങ്ങി വരാൻ. അപ്പോൾ ഗാന്ധിജി അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കുക, എങ്ങനെയാണ് ഈ മുസ്ലിംസിനും ഹിന്ദുസിനും ഒന്നാക്കിയിട്ട് ബ്രിട്ടീഷേഴ്സിൻ്റെ എതിർപ്പായിട്ടൊരു നാഷണൽ മൂവ്മെൻറ്റ് കൊണ്ടുവരാം. അപ്പോഴാണ് ഈ ഖിലാഫത്ത് ഇഷ്യൂൻ്റെ റൈസ് ആവുന്നതും ഒക്കെ കാര്യങ്ങളൊക്കെ ഒരു നല്ല രീതിയിലേക്ക് വരുന്നതും. സോ വാട്ട് വാസ് ദിസ് ഖിലാഫത്ത്? ഖിലാഫത്ത് എന്തായിരുന്നു അറിയോ? ഈ World War I കഴിഞ്ഞതോടെ ഈ ഒട്ടോമാൻ എംപയർ ഭയങ്കരമായിട്ട് ഡിഫീറ്റ് ചെയ്യപ്പെട്ടു.
അപ്പോൾ ഈ യൂറോപ്യൻ കൺട്രീസാണ് ജയിച്ചത്. അപ്പോൾ ഈ യൂറോപ്യൻ കൺട്രീസ് എന്താ തീരുമാനിച്ചത്, ഭയങ്കരമായിട്ട് ഒരു ക്രൂവലും ഹാർഷുമായിട്ടുള്ള ഒരു പീസ് ട്രീറ്റിയാണ് സൈൻ ചെയ്തത്. ഇപ്പോൾ ഈ ഒട്ടോമാൻ എംപയറിന് ഒരു ഖലീഫ് ഉണ്ടാവും. ഖലീഫ് മീൻസ് ദ ലീഡർ. അപ്പോൾ എൻറ്റയർ ഇപ്പം ക്രിസ്ത്യൻസിന് എങ്ങനെ ഒരു പോപ്പ്, അങ്ങനെ ഈ എൻറ്റയർ ഇസ്ലാമിക് കമ്മ്യൂണിറ്റിക്ക് ഒരു ഖലീഫായിട്ട് ഒരു ബിലീവ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ലീഡറായിട്ട് ഒരു ഖലീഫിനെ കണ്ടിരുന്നു. അപ്പോൾ ഈ മുസ്ലിംസ് ഇന്ത്യയിലുണ്ടല്ലോ, അപ്പോൾ അവർക്കത് ഭയങ്കര ഒരു ഫീലിംഗ്. ഇപ്പോൾ ഒട്ടോമൻ എംപയർ തോറ്റതോടെ ഈ ഖലീഫിന് ഭയങ്കരമായിട്ട് ക്രൂവൽ ട്രീറ്റ്മെൻറ്റ് ഇനി കിട്ടാൻ പോകുന്നുണ്ടല്ലോ എന്ന് അവർ മനസ്സിലാക്കി. അപ്പോൾ അവരെന്താ വിചാരിച്ചാൽ, ശരി നമ്മളെ റൂൾ ചെയ്യുന്നതും ഈ യൂറോപ്യൻ കൺട്രി ബ്രിട്ടീഷ് അല്ലേ, അപ്പോൾ നമ്മൾ ഈ ബ്രിട്ടീഷേഴ്സിനെ പ്രഷറൈസ് ചെയ്യണം, നിങ്ങൾ ആ ഖലീഫിനെ നല്ല ഡീസൻ്റായിട്ട് ട്രീറ്റ് ചെയ്യണം, ഖലീഫിനെ അത്ര ബുദ്ധിമുട്ടിക്കരുതെന്ന് നമുക്ക് ഇവിടുന്ന് പ്രഷറൈസ് ചെയ്യാമല്ലോ. അപ്പോൾ ആ അങ്ങനത്തെ ഒരു ആ ഫീലിംഗ് ഒക്കെ കൊണ്ടുവരുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കിയതായിരുന്നു ഖിലാഫത്ത് മൂവ്മെൻറ്റ്. അത് 1919 ബോംബെയിൽ ഉണ്ടാക്കി. 2 മെയിൻ ബ്രദേഴ്സ് ബിഹൈൻഡ് ഇറ്റ് വാസ് ദാറ്റ് മുഹമ്മദ് അലി ആൻഡ് ഷൗക്കത്ത് അലി. Gandhi and the Muslim brothers Muhammad Ali and Shaukat Ali convinced the other leaders to start a united non-cooperation movement. അപ്പോൾ ഗാന്ധിയും ഈ മുസ്ലിം ബ്രദേഴ്സും ഒന്നായി എല്ലാവരെയും പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചൊക്കെ നമുക്ക് ടുഗെദർ വി ഷുഡ് സ്റ്റാർട്ട് എ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ടു സപ്പോർട്ട് ദ ഖിലാഫത്തിൻ്റെ കോസിനെയും സപ്പോർട്ട് ചെയ്യുക ആൻഡ് സ്വരാജിൻ്റെ കോസിനെയും സപ്പോർട്ട് ചെയ്യുക. സ്വരാജ് മീൻസ് വി ഷുഡ് റൂൾ അവർ ഓൺ കൺട്രി, വി ഡോണ്ട് വാണ്ട് ഫോറിൻ റൂളേഴ്സ് ഇൻ അവർ കൺട്രി. ദാറ്റ് ഈസ് ദ ഐഡിയ ഓഫ് സ്വരാജ്. ഈ നോൺ കോപ്പറേഷനെ പറ്റിയിട്ട് മഹാത്മാഗാന്ധി പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്. ഇൻ ഹിസ് ഫേമസ് ബുക്ക് ദാറ്റ് ഈസ് ഹിന്ദ് സ്വരാജ്, ദാറ്റ് വാസ് റിട്ടൺ ഇൻ 1909. അതിൽ ഗാന്ധിജി എന്താ പറഞ്ഞത്, ഈ ഇന്ത്യൻസിന് മേലെ റൂൾ ചെയ്യാൻ ബ്രിട്ടീഷേഴ്സിന് ചെയ്യാൻ സാധിക്കുന്നത് ബിക്കോസ് ഇന്ത്യൻസ് ആർ കോപ്പറേറ്റിംഗ് അല്ലേ, ഇന്ത്യൻസ് ഓരോ അനുസരിക്കുന്നത് കൊണ്ടല്ലേ ബ്രിട്ടീഷേഴ്സ് റൂൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻസ് അനുസരിച്ചില്ലെങ്കിൽ എന്താവും, ബ്രിട്ടീഷേഴ്സും റൂൾ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആ ഐഡിയ ആയിരുന്നു ഗാന്ധിജി എഴുതിയത് ആ ബുക്കിൽ ഹിന്ദ് സ്വരാജ്. അപ്പോൾ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് എന്ന് തുടങ്ങണമെന്ന് വിചാരിച്ചപ്പോൾ അതിൽ ഗാന്ധിജി ഉദ്ദേശിച്ചത് എന്താണ്, ഇന്ത്യൻസ് ഇനി കോപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് ഫസ്റ്റ് അവർ എന്താ ചെയ്യേണ്ടത്, ഈ ഗവൺമെൻറ് അവർക്ക് നൽകിയ എന്തെങ്കിലും ടൈറ്റിൽസ് ഉണ്ടാവും, ലൈക്ക് സർ, ഒരു പട്ടമാണ്, ആ ടൈറ്റിൽ ഇവർ വേണ്ടാന്ന് വെക്കണം, നിഷേധിക്കണം, നമുക്ക് നിങ്ങളുടെ ടൈറ്റിൽസ് ഒന്നും വേണ്ട. ബോയ്ക്കോട്ട് സിവിൽ സർവീസസ്, ആർമി, പോലീസ്, കോർട്സ് ആൻഡ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ, സ്കൂൾസ് ആൻഡ് ഫോറിൻ ഗുഡ്സ്. അപ്പോൾ ഗാന്ധിജി പറഞ്ഞ് നോൺ കോപ്പറേഷൻ്റെ അർത്ഥം എന്താ, അവരുടെ ഓഫീസിൽ നമ്മൾ വർക്ക് ചെയ്യരുത്, ലെറ്റ് ഇറ്റ് ബി എനിത്തിങ്, പോലീസ് ആവട്ടെ ആർമി ആവട്ടെ. ആർമി പോലീസിലൊക്കെ നമ്മൾ ഇന്ത്യൻസ് ഉണ്ട്, അവരാണ് ഈ ബ്രിട്ടീഷ് പറയുന്ന റൂൾ അവർ കൊണ്ടുവരുന്ന ഓർ ചെയ്യുന്നുണ്ട്, പക്ഷെ അവരും ഇന്ത്യൻസ് അല്ലേ. അപ്പോൾ നിങ്ങളൊന്നും ആ പണിക്ക് പോവരുത്, ആ ഗവൺമെൻറ്റിൻ്റെ ഒരു പണി നിങ്ങൾ ചെയ്ത് ഈസിയാക്കി അവരുടെ പണി ഹെൽപ്പാക്കി കൊടുക്കരുത്. പിന്നെ സ്കൂൾസ്, ഗവൺമെൻറ്റിൻ്റെ സ്കൂൾസ് ബ്രിട്ടീഷ് സ്കൂൾസ് അല്ല, അതിനൊന്നും ആരും പോവണ്ട. അപ്പോൾ അതൊക്കെ വേണ്ട, ഇനി ആരും സ്കൂളിലേക്ക് പോവരുത്, ടീച്ചേഴ്സിനോടൊക്കെ റിസൈൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഫോറിൻ ഗൂഡ്സ്, ബ്രിട്ടീഷേഴ്സ് കൊണ്ടുവരുന്ന ഗൂഡ്സ് നമ്മൾ യൂസ് ചെയ്യരുത്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തു ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൽ. അപ്പോൾ ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനിയും പഠിക്കാനുണ്ട്. അതുപോലെ ഈ ഐഡിയാസ് വന്ന് ഇന്ത്യൻ്റെ സെക്ഷൻസ്, പല സെക്ഷൻസ് വേറെ വേറെ രീതിയിലാണ് അതിനെ മനസ്സിലാക്കിയത്. ഇപ്പോൾ റിച്ച് ഉണ്ട്, പുവർ ഉണ്ട്, ഫാർമർ ഉണ്ട്, എഡ്യൂക്കേറ്റഡ് ഉണ്ട്, മിഡിൽ ക്ലാസ് ഉണ്ട്, എല്ലാവർക്കും വേറെ വേറെ ഐഡിയാസാണ് നോൺ കോപ്പറേഷനിലൂടെ മനസ്സിലായത്. അതെന്തായിരുന്നു എന്ന് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. Hope you all understood and enjoyed so much. We'll continue in the next video. Bye.